അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന അമ്പലത്തിൽ പോയതിന് ശേഷം അവിടെ JK കാണുകയും രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷം JKയോട് അർച്ചന കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് കേട്ടോ. എഴുതാൻ തുടങ്ങിയെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞു. അതിലൊരുപാട് സന്തോഷമുണ്ട് എന്നെല്ലാം പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എനിക്ക് വീണ്ടും എഴുതാൻ തോന്നിയത് എന്ന് പറയുകയാണ്. പിന്നീട് ചിന്നുമോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്താണ് എന്ന് ചോദിക്കും. എനിക്ക് ചിന്നുമോൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നിങ്ങനെ അർച്ചനയോട് JK പറയുകയാണ് കേട്ടോ. അതിനെന്താണ്, കൊടുക്കാലോ, സാർക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം എന്ന് അർച്ചന പറയുകയാണ് കേട്ടോ. അർച്ചനയും JKയും കൂടി അമ്പലത്തിൽ നിന്ന് സംസാരിക്കുന്നതെല്ലാം ചന്ദ്ര ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അവരെ നേരിട്ട് എന്താ സംസാരിക്കുന്നത് എന്നൊന്നും ചന്ദ്രയ്ക്ക് അറിയില്ല. പക്ഷേ ചന്ദ്ര കാണുകയാണ്. ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ആര് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം ശില്പയെ കാണുകയാണ് ചന്ദ്ര. ശില്പയെ കണ്ടിട്ട് ശില്പയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തായി, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി, നീ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ശില്പ പറയുകയാണ്, ഇതുവരെ എല്ലാം ഭംഗിയായിട്ടാണ് നടക്കുന്നത് മേഡം, ഇനിയും അതുപോലെ തന്നെ ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് ശില്പ ചന്ദ്രയോട് പറയുകയാണ് കേട്ടോ. ഞാൻ അച്ചുവിനെ ഫോൺ ചെയ്തിരുന്നു ഒരു പ്രാവശ്യം, ഇനിയും ഞാൻ ഫോൺ ചെയ്തോളാം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയും, അവൻ്റെ നാശം കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. കാരണം ആ നാശം കണ്ടതിന് ശേഷം വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ, നന്ദി കെട്ടവനാണ് എന്നെല്ലാം അങ്ങനെ പറയണം കേട്ടോ. നമ്മുടെ അച്ചുവിനെയാണ് ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. കാരണം അച്ചു ആണല്ലോ എല്ലാ കാര്യവും മുഖം നോക്കാതെ തന്നെ ചന്ദ്രയെ അറസ്റ്റ് ചെയ്യും എല്ലാം ചെയ്തത്. അതേസമയം ഈ കാര്യങ്ങളെല്ലാം രുക്കുവിനോട് വിളിച്ചിട്ട് ചന്ദ്ര പറയണേ, JKയും അർച്ചനയും അമ്പലത്തിൽ നിന്ന് സംസാരിക്കുന്നത് താൻ കണ്ടു എന്നും അവർ തമ്മിൽ എപ്പോഴും ബന്ധമുണ്ട് എന്നും നീ അത് വേണ്ട പോലെ തന്നെ അവരോട് എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നും എല്ലാ കുനിഷ്ട് കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് രുക്കുവിനോട് പറയുകയും ചെയ്യുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്